ഹലോ ഗായ്സ്, എല്ലാവരും ചിന്തിക്കില്ലേ ഞാനെന്താ ഈ കണ്ണാടീൻ്റെ മുന്നിൽ കിടന്ന് കാണിക്കുന്നതെന്ന്? ഒന്നുമില്ല, വെറുതെ ഷോ കാണിച്ചതാണ്. ചിക്കോട്ടനും ഞാനും കൂടെ സാധാരണ സൺഡേസിലൊക്കെ നമ്മൾ പുറത്തേക്ക് പോവാറാട്ടോ, എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കാൻ വേണ്ടി പോകും. പക്ഷേ ഈ സൺഡേ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് ഞാൻ വഴിയേ പറയാം. അച്ഛനോടും അമ്മേനോടും ബൈയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ കാറിൽ കയറി. എന്നിട്ട് നമ്മൾ ഇന്ന് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാട്ടോ കാർ എടുത്തിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര നിരാശയായിപ്പോയി. അങ്ങനെ നമ്മൾ തോടന്നൂരെത്തി. തോടന്നൂരിൽ നിന്ന് നമുക്ക് വടകരയ്ക്കാണ് പോകേണ്ട കേട്ടോ. വടകര മുനിസിപ്പൽ പാർക്കിൽ വെച്ചിട്ടാണ് നമുക്ക് പ്രോഗ്രാം വരുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല, ആകാശമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്താണെന്നറിയില്ല, ഓരോ ക്ലൗഡ്സും ഓരോ ഇമേജസ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ചിക്കോട്ടിനോട് ഇതിലൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, ബളബള ബളബളാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. സോ നമ്മൾ വടകര എത്തി. വടകര എത്തിയ സമയത്ത് എനിക്കില്ലേ ഈ ഈ ഈ ഒരു സ്ഥലത്തുമ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര സങ്കടമാണ്. കാരണം നാഷണൽ ഹൈവേൻ്റെ പണി ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്മൂത്തായിട്ടൊക്കെ നടന്ന് എല്ലാവരും ഇതായി എങ്കിലും നമുക്ക് എന്താ പറയുക, വടകരക്കാർക്കൊരു സങ്കടം എന്താ വെച്ചാൽ ഇവിടെ മാത്രമൊന്നും നടന്നിട്ടില്ല എന്നാണ്. ഇതേ അങ്ങനെ ഞങ്ങൾ മുനിസിപ്പൽ പാർക്കിലേക്ക് എത്തി. അവിടെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രോഗ്രാം ഉള്ളിലായതുകൊണ്ട് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി ഉള്ളിൽ കയറ്റി അവിടെ പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വിടാൻ എൻ്റെ കണ്ടപ്പെട്ടത് ഈ ഒരു കുളം കേട്ടോ. ഈ കുളത്തിലാണെങ്കിൽ അത്യാവശ്യം നല്ലോണം മീനുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നോക്കിയതിന് ശേഷം ഞാനിതാ ഈ വാവേൻ്റെ ബർത്ത്ഡേക്ക് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ മുകളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഉള്ളത്. ചിക്കോട്ടിന് ആദ്യം കയറി നമുക്കൊരു ഡ്രിങ്ക്സൊക്കെ അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാനതും കുടിച്ച് വേഗം ഹാളിലേക്ക് പോയി. അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെത്തുമ്പോഴേക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ഇതാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഈ കാറ് കണ്ടോ, ഈ കാറിലെ ജീപ്പ് ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കോട്ടൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടെ കൊടുത്തതാണേ, ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അവയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, കാരണം അവൻ അതിൻ്റെ മുകളിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മളും പോയി അങ്ങോട്ടേക്ക് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്ക് ഫോട്ടോ ഒന്നും ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. വടകരക്കാർക്ക് അധികം മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് ഏറുമാടാട്ടോ. ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട്, പക്ഷേ ഇപ്പം ഇത് സേഫ്റ്റീൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ കയറാറില്ല. പിന്നെ അവിടെ നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കൂടെ ഞാൻ പുറത്ത് വന്നിരുന്നു. എനിക്ക് കാരണം അധികം പരിചയമുള്ള ആൾക്കാരൊന്നുമില്ല. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് കുറേ സംസാരിച്ചു. ഇതാ ഡെക്കറേഷൻ്റെ മുകളിലുള്ള ബട്ടർഫ്ലൈ ആട്ടോ, ഞാൻ നൈസായിട്ട് അടിച്ച് മാറ്റി. പിന്നെ ഞാൻ കുറേ ഇത് നോക്കിയിരുന്നു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ചത് ഹരിയാലി, ഐ ലവ് ഹരിയാലി എന്നോ അങ്ങനെ എന്താണ്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോന്നു. ബൈ ബൈ.